everyone, welcome back to Mind Magnet. If you want to lose weight and feel energized, you need these 13 morning habits. Let's get healthy. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഒന്ന് സങ്കൽപ്പിക്കുക, ഇന്നത്തെ ദിവസം നിങ്ങൾ ഉണർന്നത് അലാറം അടിച്ച ഉടനെ ചാടി എഴുന്നേറ്റുകൊണ്ടല്ല, അയ്യോ സമയം വൈകിയല്ലോ എന്ന വെപ്രാളത്തോടെയുമല്ല, മറിച്ച് ശരീരത്തിന് വല്ലാത്തൊരു ഊർജ്ജം തോന്നി, മനസ്സിന് വലിയൊരു കുളിർമ തോന്നി, ഇന്നത്തെ ദിവസം എനിക്കുള്ളതാണ് എന്ന ആത്മവിശ്വാസത്തോടെയാണ് നിങ്ങൾ കണ്ണു തുറന്നതെങ്കിലോ? എങ്ങനെയായിരിക്കും ആ ദിവസം? നമ്മളിൽ പലരും രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഒരു യുദ്ധത്തിലേക്കാണ്. ഓഫീസ് തിരക്കുകൾ, കുട്ടികളുടെ സ്കൂൾ കാര്യങ്ങൾ, ട്രാഫിക് ബ്ലോക്ക്, ഇതിനിടയിൽ സ്വന്തം ശരീരത്തെക്കുറിച്ചോ മനസ്സിനെക്കുറിച്ചോ ചിന്തിക്കാൻ നമുക്കെവിടെയാണ് സമയം? വണ്ണം കുറയ്ക്കാൻ നമ്മൾ പലതും ശ്രമിക്കും, ജിമ്മിൽ പോകും, ഡയറ്റ് ചെയ്യും, പക്ഷേ മിക്കവാറും പാതി വഴിയിൽ ഉപേക്ഷിക്കും. ക്ഷീണം നമ്മളെ വിടാതെ പിന്തുടരും. പക്ഷേ ലിൻഡ വെസ്റ്റ്വുഡ് എന്ന പ്രശസ്ത എഴുത്തുകാരി തന്റെ പുസ്തകത്തിൽ പറയുന്നത്, വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് വലിയ അധ്വാനം കൊണ്ടല്ല, മറിച്ച് അതിരാവിലെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചില ശീലങ്ങൾ കൊണ്ടാണ് എന്നാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള 13 പ്രഭാതശീലങ്ങളെക്കുറിച്ചാണ്. വെറുമൊരു വണ്ണം കുറയ്ക്കൽ ടിപ്പ് മാത്രമല്ല, മറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഊർജ്ജസ്വലമായ ജീവിതത്തിലേക്കുള്ള താക്കോലാണ്. വരൂ, നമുക്ക് ആ യാത്ര തുടങ്ങാം. ആദ്യത്തെ ശീലം വളരെ ലളിതമാണ്, എന്നാൽ ഏറ്റവും പ്രയാസമേറിയതും ഇതാണ്: സൂര്യന് മുൻപേ ഉണരുക. നമ്മുടെ പഴമക്കാർ പറയാറില്ലേ, നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്നവൻ ആരോഗ്യവാനും ബുദ്ധിമാനുമാകും എന്ന്. ഇത് വെറുമൊരു ചൊല്ലല്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ലോകത്തിലെ ഏറ്റവും വിജയിച്ച മനുഷ്യരെല്ലാം, അത് ബിസിനസ്സുകാരായാലും സ്പോർട്സ് താരങ്ങളായാലും, എന്തുകൊണ്ടാണ് വെളുപ്പിന് എഴുന്നേൽക്കുന്നത് എന്ന്? ലിൻഡ വെസ്റ്റ്വുഡ് പറയുന്നത്, രാവിലെ 15 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുന്നത് പോലും നിങ്ങളുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ്. നമ്മൾ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ തിരക്കുകളിൽ നിന്ന് മാറി നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാൻ ഒരു അവസരം ലഭിക്കുന്നു. ഒരു കഥ പറയാം. രാഹുൽ എന്നൊരു സുഹൃത്തുണ്ടായിരുന്നു. എന്നും 8 മണിക്ക് എഴുന്നേൽക്കും, 9 മണിക്ക് ഓഫീസിലേക്ക് ഓടും. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ സമയം കിട്ടില്ല. ഉച്ചയാകുമ്പോഴേക്കും അവന് ക്ഷീണം തോന്നും, വണ്ണം കൂടുന്നു എന്ന പരാതി വേറെയും. രാഹുൽ ഒരു ദിവസം തീരുമാനിച്ചു, ഇനി മുതൽ 6 മണിക്ക് എഴുന്നേൽക്കുമെന്ന്. ആദ്യത്തെ ഒരാഴ്ച കഷ്ടമായിരുന്നു, പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അത്ഭുതം സംഭവിച്ചു. ആ അധികം കിട്ടിയ 2 മണിക്കൂർ അവന് വ്യായാമം ചെയ്യാനും സമാധാനമായി ഭക്ഷണം കഴിക്കാനും സഹായിച്ചു. നിങ്ങൾ അലാറം സ്നൂസ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ മാറ്റിവെക്കുന്നത് നിങ്ങളുടെ വിജയത്തെയാണ്. അതുകൊണ്ട് നാളെ മുതൽ പതിവിലും 15 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു നോക്കൂ. ആ പ്രഭാത നിശബ്ദതയിൽ വലിയൊരു ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട്. രണ്ടാമത്തെ ശീലം നിങ്ങളുടെ ശരീരത്തിന്റെ സ്വാഭാവിക ഘടികാരത്തെ സെറ്റ് ചെയ്യലാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ആദ്യം ചെയ്യുന്നതെന്താണ്? ഫോൺ നോക്കലാണോ? എങ്കിലത് നിർത്തൂ. പകരം ജനലുകൾ തുറന്നിടൂ. സൂര്യപ്രകാശം നിങ്ങളുടെ മുറിയിലേക്കും കണ്ണുകളിലേക്കും ഒഴുകിയെത്തട്ടെ. നമ്മുടെ ശരീരത്തിൽ മെലറ്റോണിൻ എന്നൊരു ഹോർമോണുണ്ട്. ഇത് ഉറക്കത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ്. രാവിലെ സൂര്യപ്രകാശമേൽക്കുമ്പോൾ ഈ മെലറ്റോണിന്റെ അളവ് കുറയുകയും ഊർജ്ജം നൽകുന്ന കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ശരീരത്തോട് ഉണരൂ, പ്രവർത്തിക്കാൻ സമയമായി എന്ന് പറയുന്നതിന് തുല്യമാണ്. ഒരു ചെടി സൂര്യപ്രകാശം കിട്ടാതെ വാടിപ്പോകുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയാണ് മനുഷ്യനും. അടച്ചിട്ട മുറിയിലെ ഇരുട്ടിൽ നമ്മൾ ഇരിക്കുമ്പോൾ ശരീരം വിചാരിക്കുന്നത് ഇപ്പോഴും രാത്രിയാണെന്നാണ്. അത് കൊഴുപ്പ് എരിച്ചു കളയാൻ മടിക്കും. ലിൻഡയുടെ അഭിപ്രായത്തിൽ രാവിലെ കുറഞ്ഞത് 10-15 മിനിറ്റെങ്കിലും നേരിട്ട് സൂര്യപ്രകാശമേൽക്കുന്നത് നിങ്ങളുടെ മൂഡ് നന്നാക്കാനും വണ്ണം കുറയ്ക്കാനും അത്ഭുതകരമായി സഹായിക്കും. പ്രകൃതി നൽകുന്ന ഏറ്റവും വലിയ എനർജി ഡ്രിങ്കാണ് സൂര്യപ്രകാശം. അത് സൗജന്യമാണ്, അത് പാഴാക്കരുത്. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾ 7-8 മണിക്കൂർ ഉറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശരീരം ഒരു മരുഭൂമി പോലെ വരണ്ടുപോയിട്ടുണ്ടാകും. വണ്ടി ഓടിക്കാൻ പെട്രോൾ വേണമെന്നതുപോലെ ശരീരം പ്രവർത്തിക്കാൻ വെള്ളം അത്യാവശ്യമാണ്. പലരും രാവിലെ എഴുന്നേറ്റ ഉടനെ ചായയോ കാപ്പിയോ ആണ് കുടിക്കുന്നത്. പക്ഷേ ലിൻഡ വെസ്റ്റ്വുഡ് നിർദ്ദേശിക്കുന്നത് മറ്റൊന്നാണ്. എഴുന്നേറ്റ ഉടനെ പല്ലുതേച്ച ശേഷം ഒരു വലിയ ഗ്ലാസ് വെള്ളം കുടിക്കുക. സാധിക്കുമെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ അല്പം നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കുക. ഇതൊരു ചെറിയ കാര്യമായി തോന്നാം, പക്ഷേ ഇതിന് പിന്നിലെ ശാസ്ത്രം വലുതാണ്. ഈ വെള്ളം നിങ്ങളുടെ ദഹനവ്യവസ്ഥയെ ഉണർത്തുന്നു. രാത്രി മുഴുവൻ അടിഞ്ഞുകൂടിയ വിഷാംശങ്ങളെ പുറന്തള്ളാൻ ഇത് സഹായിക്കുന്നു. ഒരു സ്പോഞ്ച് ഉണങ്ങിയിരിക്കുമ്പോൾ അത് കടുപ്പമായിരിക്കില്ലേ? അതിൽ വെള്ളം വീഴുമ്പോൾ അത് വീണ്ടും മൃദുവാകുന്നു. അതുപോലെയാണ് നമ്മുടെ പേശികളും അവയവങ്ങളും. രാവിലെ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളുടെ മെറ്റബോളിസം 24% വരെ വർദ്ധിക്കുന്നുവെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് വെറുതെ ഇരിക്കുമ്പോൾ പോലും കൂടുതൽ കലോറി കത്തിച്ചു കളയാൻ ശരീരം പ്രാപ്തമാകുന്നു. നാളെ രാവിലെ ആ ചായക്കപ്പിലേക്ക് കൈ നീട്ടും മുൻപേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു നോക്കൂ. നിങ്ങളുടെ വയറിന്, ചർമ്മത്തിന്, തലച്ചോറിനൊക്കെ ലഭിക്കുന്ന ആ ഉണർവ് അതനുഭവിച്ചു തന്നെ അറിയണം. നാലാമത്തെ ശീലം പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒന്നാണ്: ശരിയായ ശ്വസനം. നമ്മളെല്ലാവരും ശ്വസിക്കുന്നുണ്ട്, അല്ലേ? പക്ഷേ അത് ശരിയായ രീതിയിലാണോ? തിരക്കിനിടയിൽ നമ്മുടെ ശ്വാസം പലപ്പോഴും മുറിഞ്ഞുപോകുന്നു, അല്ലെങ്കിൽ ആഴം കുറഞ്ഞതാകുന്നു.
ഇത് ശരീരത്തിലേക്ക് വേണ്ടത്ര ഓക്സിജൻ എത്തിക്കുന്നില്ല. ഓക്സിജൻ ഇല്ലെങ്കിൽ കൊഴുപ്പ് കത്തുകയില്ല. രാവിലെ എഴുന്നേറ്റ് വെറും 5 മിനിറ്റ് ശാന്തമായിരുന്ന് ദീർഘശ്വാസമെടുക്കുക. മൂക്കിലൂടെ സാവധാനം ശ്വാസം വലിച്ച് വയറ് നിറച്ച് സാവധാനം വായിലൂടെ പുറത്തേക്ക് വിടുക. ഇത് ചെയ്യുമ്പോൾ സങ്കൽപ്പിക്കുക, നിങ്ങൾ ഉള്ളിലേക്കെടുക്കുന്നത് പോസിറ്റീവ് എനർജിയാണ്. പുറത്തേക്ക് വിടുന്നത് നിങ്ങളുടെ സ്ട്രെസ്സും ഉത്കണ്ഠകളും ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പുമാണ്. ലിൻഡ വെസ്റ്റ്വുഡ് പറയുന്നത് ഡീപ് ബ്രീത്തിംഗ് ശരീരത്തിലെ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണിനെ കുറയ്ക്കുന്നുവെന്നാണ്. സ്ട്രെസ് കൂടുമ്പോഴാണ് വയറ്റിൽ കൊഴുപ്പടിയുന്നത്. അപ്പോൾ വണ്ണം കുറയ്ക്കാൻ ജിമ്മിൽ പോയി ഭാരമെടുക്കുന്നതിനേക്കാൾ പ്രധാനം ചിലപ്പോൾ ശാന്തമായി ഒന്ന് ശ്വസിക്കുന്നതാകും. നിങ്ങളുടെ മനസ്സ് ഒരു കലങ്ങിയ വെള്ളം പോലെയാണെങ്കിൽ ഈ ശ്വസനക്രിയ അതിനെ തെളിഞ്ഞ നീരുറവ് പോലെയാക്കും. ഇപ്പോൾ നമ്മൾ 4 പ്രധാനപ്പെട്ട ശീലങ്ങൾ കണ്ടുകഴിഞ്ഞു. നേരത്തെ എഴുന്നേൽക്കുക, സൂര്യപ്രകാശമേൽക്കുക, വെള്ളം കുടിക്കുക, ശരിയായി ശ്വസിക്കുക. പക്ഷേ ഇനിയുള്ള കാര്യങ്ങളാണ് കൂടുതൽ രസകരം. പ്രഭാതഭക്ഷണം കഴിക്കേണ്ടതെങ്ങനെയാണ്? കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ കാര്യം എങ്ങനെ വണ്ണം കുറയ്ക്കും? ഇതൊക്കെയാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മുടെ പ്രഭാതയാത്ര തുടരാം. പ്രിയ സുഹൃത്തുക്കളെ, 4 ശീലങ്ങൾ നമ്മൾ കണ്ടു. ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കാം. നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായി ഉണർത്തുന്ന ശീലങ്ങൾ. 5ാമത്തെ ശീലം, ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രഭാതഭക്ഷണം കഴിക്കുക. ലോകമെമ്പാടും പറയപ്പെടുന്ന ഒരു സത്യമുണ്ട്: അടിമയെപ്പോലെ ഭക്ഷണം കഴിക്കരുത്. പക്ഷേ രാവിലെ നിങ്ങളൊരു രാജാവിനെപ്പോലെ ഭക്ഷണം കഴിക്കണം. ലിൻഡ വെസ്റ്റ്വുഡ് പറയുന്നത് പ്രഭാതഭക്ഷണം നിങ്ങളുടെ ദിവസത്തിന്റെ അടിത്തറയാണെന്നാണ്. നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ശരീരം സൂചന നൽകും: ഓ, ഭക്ഷണമില്ലേ, അപ്പോൾ ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്ന കൊഴുപ്പ് ഉപയോഗിക്കാതിരിക്കാം. അതാണ് വണ്ണം കൂടുന്ന രഹസ്യം. പകരം പ്രോട്ടീനും ഫൈബറും നിറഞ്ഞ ഒരു ഭക്ഷണം കഴിക്കുക. ഓട്സ്, ഗോതമ്പുപ്മാവ്, മുട്ട, പഴങ്ങൾ. പഞ്ചസാരയോ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റോ കുറയ്ക്കുക. ഒരു കഥ പറയാം. സരിത എന്ന സുഹൃത്ത് എല്ലാ ദിവസവും ഓഫീസിലേക്ക് ഓടുമ്പോൾ ഒരു സ്നാക്ക് പോലും കഴിക്കാതിരുന്നു, ഡയറ്റ് എന്ന് വിളിച്ച്. പക്ഷേ ഉച്ചയാകുമ്പോഴേക്കും അവൾക്ക് അമിതമായി ഭക്ഷണം കഴിക്കേണ്ടി വന്നു. വണ്ണം കുറയ്ക്കുന്നതിനു പകരം കൂടി. ഒരു ദിവസം അവൾ മാറ്റി. രാവിലെ ഒരു ബൗൾ ഓട്സും ബനാനയും. ആ ദിവസം മുഴുവൻ അവൾക്ക് ഊർജ്ജം തോന്നി. വൈകുന്നേരം സ്നാക്കിംഗ് കുറഞ്ഞു. നിങ്ങളുടെ പ്രഭാതഭക്ഷണം ഒരു ഇന്ധന സ്റ്റേഷനാണ്. അതിലൂടെ നിങ്ങളുടെ ശരീരം ദിവസം മുഴുവൻ ഓടാൻ. 6ാമത്തെ ശീലം, ലൈറ്റ് മൂവ്മെന്റ്. ജിമ്മിൽ 1 മണിക്കൂർ ഓടണോ? ഇല്ല. രാവിലെ 10-15 മിനിറ്റ് മാത്രം. സ്ട്രെച്ചിംഗ്, വാക്കിംഗ് അല്ലെങ്കിൽ ജമ്പിംഗ് ജാക്സ്. നിങ്ങളുടെ രക്തപ്രവാഹം ഉണരട്ടെ. ഒരു നദി സ്ഥിരതയായിരിക്കുമ്പോൾ അത് വല്ലാത്തൊരു മണ്ണടിഞ്ഞുകൂടും. അതുപോലെ നിങ്ങളുടെ ശരീരവും സ്ഥിരതയിലിരിക്കുമ്പോൾ കൊഴുപ്പടിഞ്ഞുകൂടുന്നു. ഈ ചെറിയ മൂവ്മെന്റ് അത് കുടഞ്ഞുപോകുന്നു. ലിൻഡ പറയുന്നു, രാവിലെ വ്യായാമം എൻഡോർഫിൻസ് പുറത്തുവിട്ട് നിങ്ങളെ സന്തോഷകരമാക്കും. അത് ദിവസം മുഴുവൻ നിങ്ങളെ എനർജൈസ്ഡ് ആക്കും. 7ാമത്തെ ശീലം, കോൾഡ് ഷവർ. കുളിക്കുമ്പോൾ ചൂടുവെള്ളം മാത്രമല്ല, അവസാനം 30 സെക്കൻഡ് തണുത്ത വെള്ളം. ഇത് ബ്രൗൺ ഫാറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നു. അത് കലോറി കത്തിക്കുന്നു. ഒരു യോദ്ധാവ് യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതുപോലെ തണുത്ത വെള്ളം നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു. സർക്കുലേഷൻ മെച്ചപ്പെടും, മൂഡ് നന്നാകും. 8ാമത്തെ ശീലം, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. രാവിലെ 3 നിമിഷം 3 കാര്യങ്ങൾ എഴുതുക, നിങ്ങൾക്ക് നന്ദി പറയാൻ കഴിയുന്നത്. ഇത് മനസ്സിനെ പോസിറ്റീവാക്കി കോർട്ടിസോൾ കുറയ്ക്കും. ഒരു വസന്തകാലത്തെ പൂവ് പോലെ നന്ദി നിങ്ങളെ വിരിയിക്കും. ലിൻഡ പറയുന്നു, ഇത് വണ്ണ നിയന്ത്രണത്തിന് മാനസിക ശക്തി നൽകുന്നു. 9ാമത്തെ ശീലം, ദിവസപദ്ധതി. 3-5 പ്രധാന ലക്ഷ്യങ്ങൾ എഴുതുക. ഇത് മനസ്സിനെ ഫോക്കസ് ചെയ്യിപ്പിക്കും, ഓവർ ഈറ്റിംഗ് തടയും. ഒരു നാവിഗേഷൻ സിസ്റ്റം പോലെ പ്ലാനിംഗ് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് നയിക്കും. ഇതുവരെ 9 ശീലങ്ങൾ: ഭക്ഷണം, വ്യായാമം, മനസ്സ്. ഇനി അവസാനത്തെ 4 ശീലങ്ങൾ കാണാം. അത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമാക്കും. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ 13 പ്രഭാതശീലങ്ങളുടെ യാത്രയിൽ അവസാന ഭാഗത്തേക്ക് വരാം. ഇവ ഏറ്റവും ശക്തമായവയാണ്, നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമാക്കുന്നത്. 10ാമത്തെ ശീലം, ഗ്രീൻ സ്മൂത്തി അല്ലെങ്കിൽ പച്ച ഇലകൾ. രാവിലെ 1 ഗ്ലാസ് സ്പിനാച്ച്, ക്യുക്കുംബർ, ആപ്പിൾ, അല്പം ജിഞ്ചർ എന്നിവയുമായി ഗ്രീൻ സ്മൂത്തി. ഇത് ഫൈബർ നൽകി ദഹനം മെച്ചപ്പെടുത്തും. ആന്റി ഓക്സിഡന്റ്സ് കൊഴുപ്പ് കത്തിക്കും. ഒരു വനത്തിലെ താഴ്ന്ന സസ്യങ്ങൾ പോലെ പച്ച ഇലകൾ നിങ്ങളുടെ ശരീരത്തെ ശുദ്ധീകരിക്കും. ലിൻഡ പറയുന്നു, ഇത് ദിവസം മുഴുവൻ ക്രേവിംഗ്സ് കുറയ്ക്കും. 11ാമത്തെ ശീലം, നോ സ്ക്രീൻ റൂൾ. എഴുന്നേറ്റ് 1 മണിക്കൂർ ഫോൺ, TV ഒഴിവാക്കുക. പകരം ബുക്ക് വായിക്കുക അല്ലെങ്കിൽ സ്വയം പരിചരണം.
സ്ക്രീനുകൾ ഡോപ്പമൈൻ സ്പൈക്ക് ചെയ്ത് സ്ട്രെസ് വർദ്ധിപ്പിക്കും. ഇത് ഫുഡ് ക്രേവിംഗ്സ് ഉണ്ടാക്കും. ഈ 1 മണിക്കൂർ നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകും. 12ാമത്തെ ശീലം അഫർമേഷനുകൾ. കണ്ണാടിയിൽ നോക്കി പറയുക, ഞാൻ ശക്തനാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഇന്ന് ഞാൻ വിജയിക്കും. 2-3 മിനിറ്റ്. ഇത് സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ചെയ്യും. ലിൻഡ പറയുന്നു, പോസിറ്റീവ് സെൽഫ് ടോക്ക് മോട്ടിവേഷൻ നിലനിർത്തി വണ്ണം കുറയ്ക്കാൻ സഹായിക്കും. ഒരു വിത്ത് പോലെ അഫർമേഷനുകൾ നിങ്ങളിൽ വളരുന്ന ആത്മവിശ്വാസമാണ്. അവസാനത്തെ ശീലം ഇന്റൻഷൻ സെറ്റിംഗ്. ദിവസത്തിന്റെ ഒരേയൊരു പ്രധാന ലക്ഷ്യം എഴുതുക. ഇന്ന് ഞാൻ ആരോഗ്യകരമായി ഭക്ഷണം കഴിക്കും. ഇത് ഫോക്കസ് നൽകും. ഒരു കപ്പൽ ഒരു ദിശയിലേക്ക് തിരിയുന്നതുപോലെ ഇന്റൻഷൻ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് നയിക്കും. പ്രിയ സുഹൃത്തുക്കളെ, ഇതാ നമ്മുടെ 13 പ്രഭാതശീലങ്ങൾ. നേരത്തെ എഴുന്നേൽക്കുക, സൂര്യപ്രകാശമേൽക്കുക, വെള്ളം കുടിക്കുക, ഡീപ്പ് ബ്രീത്തിംഗ്, ആരോഗ്യകരമായ പ്രഭാതഭക്ഷണം, ലൈറ്റ് മൂവ്മെന്റ്, കോൾഡ് ഷവർ, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, ദിവസപദ്ധതി, ഗ്രീൻ സ്മൂത്തി, നോ സ്ക്രീൻ റൂൾ, അഫർമേഷനുകൾ, ഇന്റൻഷൻ സെറ്റ് ചെയ്യുക. ഇവയൊന്നും വലിയ കാര്യങ്ങളല്ല, പക്ഷേ ചെറിയ മാറ്റങ്ങൾ വലിയ ഫലങ്ങൾ നൽകും. ലിൻഡ വെസ്റ്റ്വുഡിനെ പോലെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ രചയിതാവാകൂ. വണ്ണം കുറയ്ക്കുക, ഊർജ്ജം നിറഞ്ഞ ജീവിതം നയിക്കുക, ആരോഗ്യമുക്തമായി ജീവിക്കുക. നാളെ രാവിലെ ഒരു ശീലം മാത്രം തുടങ്ങൂ, പിന്നെ 2ാമത്തേത്. 21 ദിവസത്തിനുള്ളിൽ ഇത് നിങ്ങളുടെ ജീവിതമാകും. നിങ്ങൾക്ക് കഴിയും, ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങളെ പ്രചോദിപ്പിച്ചോ? കമന്റിൽ പറയൂ, ഏത് ശീലം നിങ്ങൾ ആദ്യം തുടങ്ങും? ഷെയർ ചെയ്ത് സുഹൃത്തുക്കളെ സഹായിക്കൂ. നമ്മുടെ മൈൻഡ് മാഗ്നറ്റ് ചാനലിൽ ഇത്തരം കൂടുതൽ ടിപ്സിനായി ഇവിടെ തുടരൂ. ആരോഗ്യ ദിവസങ്ങൾ നിങ്ങൾക്ക്. നമസ്കാരം.